ഹായ് ഫ്രണ്ട്സ്, ഓവർ എക്സ്പ്ലനേഷൻ. നമ്മൾ മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത്. നമ്മളെ നാം തന്നെ അധികമായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കരുത്. അതൊരു പക്ഷേ ഒരു തെറ്റായ കാര്യമാണ്. ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. ഒരു പക്ഷേ ചിലർക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ എന്തോ ചെറുതായിട്ടൊന്ന് ഫീലാകുന്ന പോലെ ഉണ്ടാവും. പക്ഷേ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടണം അല്ലേ? അതിപ്പോൾ എങ്ങനെ തന്നെ ആയാലും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടാകും. നിങ്ങളെ ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങളെക്കുറിച്ച് എങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്തു കൊടുത്താലും അവർക്ക് ഇഷ്ടാവില്ല. നിങ്ങളെ മനസ്സിലാക്കണമെന്നുള്ളവർ നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും കണ്ട് നിങ്ങളെ മനസ്സിലാക്കും. ഇനിയിപ്പോൾ എക്സ്പ്ലനേഷൻ എന്തായാലും വേണമെന്നാണെങ്കിൽ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രം പറയുക. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ട, എനിക്ക് അവരെ മനസ്സിലാക്കാൻ താല്പര്യമില്ല എന്ന് തീരുമാനിച്ചൊരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ബന്ധങ്ങൾ, ഫാമിലി എന്തായാലും വേണ്ടതാണ്. ആ ഒരു ബന്ധങ്ങൾ നമ്മളെ വിട്ട് പോകട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യണം. അതും 2 or 3 വട്ടം മാത്രമായിരിക്കും നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടത്. ബട്ട് ഒരേ സിറ്റുവേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തോടൊരു വെറുപ്പ് തോന്നിയേക്കാം. നമ്മൾ ആരോടാണോ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് അവരുടെ മേലും വെറുപ്പ് തോന്നാം. സോ ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യാതിരിക്കുക. നിങ്ങളായിരിക്കുക. എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയുക. കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അല്ലേ? ബട്ട് നമ്മളെ അങ്ങ് ഓവറായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാതിരിക്കുക. നമ്മളെ തരം താഴ്ത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം നമ്മുടെ സമാധാനം അല്ലെങ്കിൽ സന്തോഷം ഇവയെല്ലാം നഷ്ടപ്പെടും. ഒരു പക്ഷേ ആ ഒരു ടൈമിൽ ആ ഒരു ബന്ധത്തിന് തന്നെ അവിടെ അർത്ഥമുണ്ടാവില്ല. സോ നിങ്ങളോട് ഒരാൾ അധികമായി അവരെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ഒരുപക്ഷെ അവർ നിങ്ങളുടെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം. സോ അവരെ ഒരുപാട് കഷ്ടപ്പെടുത്താതിരിക്കുക, അപമാനിക്കാതിരിക്കുക. ഇപ്പോൾ അവരെ ക്ഷമിക്കാനോ അല്ലെങ്കിൽ പരിഗണിക്കാനോ കഴിയില്ല എന്നാണെങ്കിൽ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരുടെ ടൈമും എനർജിയും ഇതൊന്നും വേസ്റ്റ് ചെയ്യാതിരിക്കുക. ദാറ്റ് ഈസ് ദി പോയിന്റ്. താങ്ക് യു.